മകരവിളക്കിനൊരുങ്ങി ശബരിമല സന്നിധാനം. മകരജ്യോതി കാണാൻ പർണശാലകൾ ഒരുക്കി കാത്തിരിക്കുകയാണ് തീർത്ഥാടക ലക്ഷങ്ങൾ. തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് 6 മണിയോടെ സന്നിധാനത്തെത്തും. ഇന്ന് 35,000 തീർത്ഥാടകർക്ക് മാത്രമാണ് ദർശനത്തിന് അനുമതിയുള്ളത്. MG പ്രതീഷ് ഉണ്ട് സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി. MG പ്രതീഷ്, അവിടെ ഇനി മകരസംക്രമ പൂജയാണ് അടുത്ത് നടക്കാനുള്ള. അതിനുശേഷമാണ് തിരുവാഭരണ ഘോഷയാത്രയ്ക്കുള്ള ആചാരപൂർവ്വമായ വരവേൽപ്പും തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയും. ഭക്തലക്ഷങ്ങളുടെ കാത്തിരിപ്പാണ് ഇനിയുള്ള നിമിഷങ്ങൾ. ഗോകുൽ, തീർച്ചയായും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ് സന്നിധാനത്ത് ആകെയുള്ളത്. 2 ദിവസമായി ഈ ദിവസത്തിനായി കാത്തു നിൽക്കുന്ന തീർത്ഥാടകരെ സന്നിധാനത്ത് കാണാൻ കഴിയും. പർണശാലകൾ ഒരുക്കി പലയിടങ്ങളിലായി തീർത്ഥാടകർ ഇതിനോടകം തന്നെ തമ്പടിച്ചിട്ടുണ്ട്. ഈ പ്രതികൂല കാലാവസ്ഥ, വലിയ ചൂടും വെയിലുമാണ് സന്നിധാനത്ത്. പക്ഷേ അതൊന്നും തന്നെ വകവയ്ക്കാതെ തീർത്ഥാടകർ ഈ മകരജ്യോതി ദർശനത്തിനായി കാത്തു നിൽക്കുകയാണ്. ഇനി ആ കാത്തിരിപ്പിന് മണിക്കൂറുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സാധാരണഗതിയിൽ 3 മണിക്കാണ് ശബരിമല നട തുറക്കുന്നത്. പക്ഷേ ഇത്തവണ മകരസംക്രമ പൂജ ഈ 3:08 അങ്ങനെ അതുകൊണ്ട് തന്നെ 2:45 ഇന്ന് ശബരിമല നട തുറക്കും. 3:08 മകരസംക്രമ പൂജ ശബരിമലയിൽ ആരംഭിക്കും. ക്ഷേത്ര മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരിയുടെയും ക്ഷേത്ര തന്ത്രിയുടെയും നേതൃത്വത്തിലാണ് മകരസംക്രമ പൂജ നടക്കുന്നത്. തിരുവാഭരണ ഘോഷയാത്ര 6 മണിയോടുകൂടി തന്നെ ശരംകുത്തിയിലെത്തും. ശബരിമല ADMന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ശരംകുത്തിയിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര സ്വീകരിച്ച ഈ വലിയ നടപ്പന്തലിലേക്ക് എത്തിക്കുന്നത്. വലിയ നടപ്പന്തലിൽ നിന്ന് വലിയ ശരണം വിളികളോടുകൂടി ഈ തിരുവാഭരണ ഘോഷയാത്ര 18ാം പടിയിലേക്ക് നീങ്ങും. 3 പേടകങ്ങൾ. അതിൽ ആദ്യ പേടകത്തിൽ അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങളാണ്. രണ്ടാമത്തെ പേടകത്തിൽ കലശവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. 3ാമത്തെ പേടകത്തിൽ എഴുന്നള്ളപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ 3 പേടകങ്ങൾ 18ാം പടി കയറി കൊടിമര ചുവട്ടിലെത്തും. കൊടിമര ചുവട്ടിൽ ദേവസ്വം മന്ത്രിയും ദേവസ്വം ഭാരവാഹികളും ചേർന്ന ഈ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കും. 6:30 ദീപാരാധന. 6:40 തന്നെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ആ നിമിഷത്തിനായുള്ള കാത്തിരിപ്പ് സന്നിധാനത്ത് തുടരുകയാണ്. ഏതായാലും വലിയ തീർത്ഥാടക പ്രവാഹമുണ്ട് സന്നിധാനത്തേക്ക്. ഇപ്പോഴും ഇനി നിയന്ത്രണമുണ്ട്. ഇന്ന് 11 മണി മുതൽ തന്നെ പമ്പയിൽ നിന്നുള്ള പ്രവേശനത്തിനടക്കം നിയന്ത്രണമുണ്ട്. എന്തായാലും ദിവസങ്ങളായി ഭക്തർ അവിടെ തമ്പടിച്ച് കാത്തിരിക്കുകയാണ് മകരജ്യോതി ദർശനത്തിനായി. മകരജ്യോതി തെളിയുമ്പോൾ അല്ലെങ്കിൽ സന്നിധാനത്തെ ചടങ്ങുകളുടെ ആകെ തത്സമയ സംരക്ഷണം 24 ഉണ്ടാവും. പ്രേക്ഷകർ 24 തുടരുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.